നമ്മുടെ പഴയ കാലത്ത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വീട്ടിലെ മുത്തശ്ശനോ മുത്തശ്ശിയോ എന്നുള്ള ആൾക്കാർ ചില സമയങ്ങളും ശകലങ്ങളും നിമിത്തങ്ങളും നോക്കി ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇന്നത്തെ തലമുറ നിസ്സാരമെന്ന് തള്ളിക്കളയുന്ന ആ നിമിത്തങ്ങൾക്ക് പിന്നിൽ ചില വാസ്തവങ്ങൾ ഉണ്ടെന്നാണ് സത്യം. നമ്മളൊക്കെ ഏത് മഴയിലും വെയിലിലും ചൂടിലും ഒക്കെ കാണുന്ന ഒരു പക്ഷിയാണ് കാക്ക. നമ്മുടെ മരിച്ചുപോയ പൂർവികരുടെ അംശമാണ് കാക്കയെന്ന് കരുതപ്പെടുന്നതിനാൽ അവരുടെ ഓർമ്മനാളുകളിൽ കാക്കയ്ക്ക് അന്നമിടുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ പണ്ടുകാലം തൊട്ടേ ശ്രേഷ്ഠമായി കരുതപ്പെടുന്നതാണ്. ഇന്നും നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ ഒരു കാക്ക നിർത്താതെ കരഞ്ഞാൽ ആരെങ്കിലും വിരുന്നുകാർ വരാനിരിക്കുന്നതിൻ്റെ ലക്ഷണമാണെന്നും എന്തോ നല്ല സന്ദേശം വരാനിരിക്കുകയാണെന്നും പഴമക്കാർ പറയാറുണ്ട്. സർവ്വസാധാരണയായി കാണുന്ന കാക്കയെ അശുഭ സൂചനയായാണ് കണക്കാക്കുന്നത്. ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന വരാഹമിഹിരന്റെ ബൃഹത് സംഹിത എന്ന ഗ്രന്ഥത്തിൽ നിമിത്തശാസ്ത്ര ഭാഗത്ത് കാക്കകൾക്കുള്ള പ്രാധാന്യം വിവരിക്കുന്നുണ്ട്. യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ കാക്കയെ കാണുകയാണെങ്കിൽ ഉദ്ദേശിച്ച കാര്യം നടക്കും. എന്നാൽ ഒരു യാത്ര പുറപ്പെടുമ്പോൾ കാക്ക പറക്കുന്നത് കണ്ടാൽ അത് നോക്കിയും ശകുനം പറയാറുണ്ട്. ഉദാഹരണത്തിന്, വലത്തു നിന്നും ഇടത്തോട്ട് ആണ് കാക്ക പോയതെങ്കിൽ ധനലാഭവും, ഇടത്തു നിന്നും വലത്തോട്ട് ആണ് പോയതെങ്കിൽ ധനനഷ്ടവും ഉണ്ടാവുമെന്നാണ് ഫലം പറയുന്നത്. കൂടാതെ യാത്ര ചെയ്യുന്ന ആൾക്ക് നേരെ കാക്ക കരഞ്ഞുകൊണ്ട് പറന്നു വന്നാൽ യാത്ര ഒഴിവാക്കണമെന്നും അതൊരു ദുശകുനം ആണെന്നും പറയപ്പെടുന്നു. കൂടാതെ ഒരു കാക്ക മറ്റൊരു കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്ന കാഴ്ച കണ്ടാൽ യാത്ര ശുഭകരമാവുമെന്നും പോകുന്ന കാര്യം മംഗളം ആയി ഭവിക്കുമെന്നും പറയപ്പെടുന്നു. കൂടാതെ ഒരാളുടെ യാത്രാവേളയിൽ അയാളുടെ വാഹനം, കുട, ചെരുപ്പ് അല്ലെങ്കിൽ അയാളുടെ ശരീരം എന്നിവയിൽ കാക്ക തീണ്ടിയാൽ യാത്രാവേളയിൽ അയാൾക്ക് അപകടം സംഭവിക്കുമെന്നാണ് ശകുനപ്രകാരമുള്ള വിശ്വാസം. വാഹനം, കുട, ചെരുപ്പ് എന്നിവയ്ക്കുമേതെ കാക്ക കാഷ്ടിച്ചാൽ ഭക്ഷണത്തിന് പഞ്ഞമുണ്ടാവില്ല എന്നും ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടുകയും ചെയ്യും എന്നും പറയപ്പെടുന്നു. കാക്ക ദേഹത്ത് കാഷ്ടിച്ച അനുഭവം മിക്കവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. കാക്ക കാഷ്ടിച്ച വിഷമത്താൽ കഷ്ടകാലമെന്ന് കരുതുന്നവരുണ്ടെങ്കിലും ഭാഗ്യമാണെന്നാണ് വിശ്വാസം. സാമ്പത്തിക നേട്ടമുണ്ടാവും എന്നും വിശ്വാസമുണ്ട്. ഭരണി, കാർത്തിക, തിരുവാതിര, ആയില്യം, തൃക്കേട്ട, പൂരം, പൂരാടം, പൂരിട്ടാതി എന്നീ നക്ഷത്ര ജാതരുടെ ശരീരത്തിൽ കാക്ക കാഷ്ടിച്ചാൽ അശുഭം, മറ്റുള്ള നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം.